Hi everyone, welcome to another video. So നമ്മൾ ഇന്ന് എക്കണോമിക്സിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. മൈക്രോ എക്കണോമിക്സ് തിയറി ആൻഡ് അപ്ലിക്കേഷൻ PG ഫസ്റ്റ് സെമ്മില് മാർക്കറ്റ് ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റീസ് എന്നുള്ള മൊഡ്യൂളിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എളുപ്പത്തിൽ മനസ്സിലാക്കാനും പറ്റുന്ന ഒരു ടോപ്പിക്കുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാണ് വെബ്ലൈൻ ഇഫക്റ്റ്. ഏതൊരു ടോപ്പിക്കും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഏത് ഇയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഏത് തിയറിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, വർക്കിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നൊക്കെ നമ്മൾ പഠിക്കണം. സോ വെബ്ലൈൻ ഇഫക്റ്റ് കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അമേരിക്കൻ ഇക്കണോമിസ്റ്റ് ആൻഡ് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ടോസ്റ്റിൻ വെബ്ലൻ ആണ്. അദ്ദേഹം 1899 അദ്ദേഹത്തിന്റെ വർക്കായിട്ടുള്ള തിയറി ഓഫ് ലെഷർ ക്ലാസ് എന്നുള്ള വർക്കിലാണ് 1899 വെബ്ലൻ ഇഫക്റ്റ് എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അതിന്റെ വെബ്ലൻ ഇഫക്റ്റ് എന്താ നമുക്ക് നോക്കാം. Veblen effect refers to a phenomenon where the demand for luxury good increases as price increases. അതായത് ഒരു ഗുഡിന്റെ പ്രൈസ് കൂടുന്ന സമയത്ത് അതിന്റെ ഡിമാൻഡ് കൂടുന്നതിനെയാണ്, അത്തരത്തിലുള്ള ഒരു ഫിനോമിനേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെബ്ലൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് പ്രൈസ് കൂടുമ്പോൾ ലക്ഷറി ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്ത് വെബ്ലൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. This occurs when consumer utilizes price as a signal of prestige and exclusivity. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അതായത് പ്രൈസ് കൂടുതലുള്ള സാധനങ്ങൾ വാങ്ങുന്നത് അതൊരു കൺസ്യൂമേഴ്സ്, ചില ഹൈ ഇൻകം കൺസ്യൂമേഴ്സിന്റെ ഒരു ധാരണയാണ് ഇങ്ങനെ ഹൈ പ്രൈസ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നത് അവരുടെ ഒരു പ്രസ്റ്റീജും എക്സ്ക്ലൂസിവിറ്റിയും കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഗുഡ് വാങ്ങുന്നതിനെയാണ് നമ്മൾ വെബ്ലൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. By flaunting expensive high quality items, individual engage in Veblen term conspicuous consumption, a behavior driven by the desire to publicly display wealth and social status. അതായത് കോൺസ്പീഷ്യസ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഹൈ ക്വാളിറ്റി അതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗുഡ്സ് ഇൻഡിവിജ്വൽസ് വാങ്ങുന്നതിനെയാണ് നമ്മൾ കോൺസ്പീഷ്യസ് കൺസംഷൻ എന്ന് പറയാം. ഇവർ ഇങ്ങനത്തെ ബിഹേവിയർ കാണിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പബ്ലിക്കലി ഡിസ്പ്ലേ ചെയ്യണം, പബ്ലിക്കിന്റെ മുന്നിൽ അവർക്ക് ഡിസ്പ്ലേ ചെയ്യണം എന്താണ് അവർക്ക് നല്ല വെൽത്ത് ഉണ്ട്, നല്ല സോഷ്യൽ സ്റ്റേറ്റസ്, നല്ല പൈസയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഹൈ പ്രൈസ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് വാങ്ങുന്നത്. Because high price goods is what actually gives the item the value of status symbol trade. അതായത് ഹൈ പ്രൈസ് ഉള്ള സാധനങ്ങൾ ഇത്തരത്തിലുള്ള കൺസ്യൂമേഴ്സ് വാങ്ങുമ്പോൾ അവർക്കൊരു സ്റ്റേറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്, വാല്യൂ ഓഫ് സ്റ്റേറ്റസ് കാണിക്കാൻ. ആൻഡ് ദിസ് ഇസ് അഗെയിൻസ്റ്റ് ലോ ഓഫ് ഡിമാൻഡ് ഇറ്റ് ഇസ് ആർ ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ ഇത് ഈ തിയറി ലോ ഓഫ് ഡിമാൻഡിനെതിരെയാണ്. നമുക്കറിയാം എക്കണോമിക്സ് ജനറൽ ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ ഏതൊരു വ്യക്തിക്കും അറിയാം, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും അല്ലെ. കൂടുതൽ വിലയാകുമ്പോൾ ആൾക്കാരുടെ വാങ്ങുന്ന എണ്ണം കുറയും. അതാണല്ലോ നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, പ്രൈസ് കൂടുന്ന സമയത്ത്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ലക്ഷറി ഗുഡ്സ്, ഡിമാൻഡ് ഫോർ ഗുഡ്സ്, ലക്ഷറി ഗുഡ്സ് ഇൻക്രീസ് ചെയ്യാണ്. നല്ല വിലയുള്ള ഗുഡ്സിന്റെ വിലയുള്ള ഗുഡ്സ് എന്താ ചെയ്യുന്നത്, പ്രൈസ് കൂടുമ്പോൾ അതിന്റെ ഗുഡിന്റെ എന്താണ്, ഗുഡിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത് പോസിറ്റീവ് റിലേഷൻ അല്ലേ, പ്രൈസും ഡിമാൻഡ് തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ ജനറൽ ലോ ഓഫ് ഡിമാൻഡ് ഇതിന് എഗെയിൻസ്റ്റ് ആണ്, ഈ ഒരു തിയറിക്ക് എഗെയിൻസ്റ്റ് ആണെന്നാണ് പറയുന്നത്. സിമ്പിൾ വേർഡ്സിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. സം പീപ്പിൾ ബിലീവ് ദാറ്റ് ഹൈ പ്രൈസ് ഇസ് ഈക്വൽ ടു ഹൈ സ്റ്റേറ്റസ്. അതായത് നല്ല വിലയുള്ള സാധനങ്ങൾ വാങ്ങുന്നത് നല്ല സ്റ്റേറ്റസ് കാണിക്കാൻ പറ്റും എന്നാണ് ചില ആൾക്കാർ വിശ്വസിക്കുന്നത്. സോ ദേ ബൈ എക്സ്പെൻസീവ് ഗുഡ്സ് ടു ഷോ ഓഫ് ദെയർ വെൽത്ത്. അങ്ങനെ ഹൈ പ്രൈസ് ഉള്ള സാധനങ്ങളാകുമ്പോൾ അവർക്ക് ഹൈ സ്റ്റേറ്റസ് ആണെന്ന് കാണിക്കാം. അപ്പം ഇങ്ങനെ എക്സ്പെൻസീവ് ഗുഡ് വാങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഇത്ര പൈസ ഉള്ള ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഇത്രയും വെൽത്ത് ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പൈസ, ഷോ ഓഫ് നമ്മൾ അറിയില്ലേ, മലയാളത്തിൽ പറയും ഷോ ഓഫ്, അത്ര തന്നെ. ആൻഡ് ദിസ് ഇസ് അഗെയിൻസ്റ്റ് ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡിന് എതിരെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ. കാരണം ഡിമാൻഡും പ്രൈസും പോസിറ്റീവ് ആയിട്ടാണ് പോകുന്നത് അല്ലെ. പ്രൈസ് കൂടുന്ന സമയത്തും ഈ ലക്ഷറി ഗുഡ്സ് ആയി ഇങ്ങനത്തെ വില കൂടിയ സാധനത്തിന്റെ ഡിമാൻഡും എന്ത് ചെയ്യാണ്, കൂടുകയാണ് ചെയ്യുന്നത്.
എക്സാമ്പിൾസ് ഓഫ് വെബ്ലൈൻ ഇഫക്റ്റ് ഞാൻ ഒരു 5 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. Buying a diamond jewelry because it is expensive. Buying a Rolex watch to display wealth. Buying a luxury car, Benz or BMW. Buying a designer handbag, that is closely. Wearing expensive branded clothes. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വെബ്ലൈൻ ഇഫക്റ്റിന്റെ എക്സാമ്പിൾസ്. ലക്ഷറീസ് ആയിട്ടുള്ള ഷോ ഓഫിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതിന് യൂട്ടിലിറ്റി ഒന്നല്ല നോക്കുന്നത്. വില കൂടിയ സാധനങ്ങൾ ചിലപ്പോൾ ഇവർ ഉപയോഗിക്കുക പോലും ഉണ്ടാവില്ല, ഞങ്ങൾക്ക് പൈസ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വാങ്ങി വെക്കുന്നത്. ഇത്തരത്തിലുള്ള കൺസ്യൂമേഴ്സിന്റെ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഓഫ് നേച്ചർ ഉള്ളതിനെ നമ്മൾ വെബ്ലൈൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. Veblen effect is called conspicuous consumption because people buy expensive goods to display their wealth, status and prestige rather than only for their usefulness. Usefulness മാത്രം നോക്കിയിട്ടല്ല ഇവർ ഇത്തരത്തിലുള്ള എക്സ്പെൻസീവ് ഗുഡ്സ് വാങ്ങുന്നത്. എന്തിനാണ് ഇത്തരത്തിലുള്ള എക്സ്പെൻസീവ് ഗുഡ്സ് വാങ്ങുന്നത്? അവരുടെ വെൽത്ത്, സ്റ്റേറ്റസ്, പ്രസ്റ്റീജ് ഇതൊക്കെ മറ്റുള്ളവരെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗുഡ്സ് വാങ്ങിയിട്ട് ഡിസ്പ്ലേ ചെയ്യാം, മറ്റുള്ളവരെ കാണിക്കാം. അതന്നെ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ ഒരു ഇത്തരത്തിൽ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരെ ഇത്തരത്തിലുള്ള ഗുഡ്സ് ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വെൽത്തും ഇത് കാണിക്കാൻ വേണ്ടി വാങ്ങുന്നതിനെ നമ്മൾ കോൺസ്പീഷ്യസ് കൺസംഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ കോൺസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ഈസിലി സീൻ ഓർ നോട്ടീസ്, കൺസംഷൻ എന്ന് പറഞ്ഞാൽ ബൈയിങ് ഓർ യൂസിങ് ഗുഡ്സ്. സോ കോൺസ്പീഷ്യസ് കൺസംഷൻ മീനിങ് ബൈയിങ് ഓർ ഡിസ്പ്ലേയിങ് എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് സോ ദാറ്റ് അതേഴ്സ് കുഡ് നോട്ടീസ് യുവർ വെൽത്ത് ആൻഡ് സോഷ്യൽ സ്റ്റേറ്റസ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗുഡ്സ് വാങ്ങുന്നതിന് വേണ്ടി വാങ്ങി കാണിക്കുന്ന മറ്റുള്ളവരെ കാണിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്പീഷ്യസ് കൺസംഷൻ എന്ന് പറയുന്നത്. സോ ഇന്ന് എടുത്ത ടോപ്പിക് നമ്മൾ വെബ്ലൻ ഇഫക്റ്റ് ആണ് എടുത്തത്. വെബ്ലൻ ഇഫക്റ്റ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഏത് ഇയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതുപോലെ തന്നെ ഏത് ആർട്ടിക്കിളിലാണെന്നൊക്കെ നോക്കി. പിന്നെ നമ്മൾ നോക്കിയത് എന്താണ് വെബ്ലൻ ഇഫക്റ്റ്, അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കി. ആൻഡ് അതിന്റെ അവസാനത്തെ ടോപ്പിക്കാണ് അതിൽ വരുന്നതാണ് എന്താണ് കോൺസ്പീഷ്യസ് കൺസംഷൻ എന്ന ടേം നമ്മൾ നോക്കി. സോ ഐ തിങ്ക് കോൺസ്പീഷ്യസ് കൺസംഷൻ എന്ന ടോപ്പിക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക്. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ഡു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ആൻഡ് ഐ വിൽ റിപ്ലൈ ഫോർ ഇറ്റ്. Thank you for watching.